അധ്യക്ഷനിൽ നിക്ഷിപ്തമായ ഒരു ഇൻട്രൊഡക്ഷൻ സ്പീച്ച് എന്നൊരു വിഷയം ഇവിടെ പ്രോഗ്രാമിലുണ്ട്. നിങ്ങളെല്ലാം വ്യത്യസ്തമായ പ്രോഗ്രാമുകൾ കണ്ട് ആസ്വദിക്കുവാനും സന്തോഷിക്കുവാനും ഒക്കെ ആയതുകൊണ്ട് നേരത്തെ ഒരു നേരം കൊല്ലി പ്രസംഗം നടത്തി നിങ്ങളെ ബോറടിപ്പിക്കാൻ ഞാൻ ഒട്ടും ഇഷ്ടപ്പെടുന്ന ഒരാളല്ല. എനിക്ക് ഇങ്ങനെയുള്ള പ്രോഗ്രാമുകളിലൊക്കെ ചെല്ലുമ്പോഴുള്ള മനോഭാവങ്ങൾ നമുക്കറിയാം. സുകുമാർ അഴീക്കോടിന്റെ പ്രഭാഷണ കലയിൽ ഇങ്ങനെ ഒരു വാചകമുണ്ട്: പ്രസംഗം ചാകുന്നതിന് മുമ്പ് പ്രസംഗകൻ പ്രസംഗത്തെ കൊല്ലണം, അല്ലെങ്കിൽ ശ്രോതാക്കളാണ് ചത്തുപോവുക. അപ്പോൾ അവർക്ക് പ്രസംഗകനെയാണ് കൊല്ലാൻ തോന്നുക. എന്ന് പറഞ്ഞാല് ബോറടിക്കുന്നതിന് മുമ്പ് പ്രസംഗം നിർത്തിയില്ലെങ്കിൽ ജനം ബോറടിക്കുമ്പോൾ പ്രഭാഷകനോട് അവർക്ക് ഒരു കാരണവും ഇല്ലാതെ ദേഷ്യങ്ങളൊക്കെ ഉണ്ടാവും. അനുഗ്രഹീതമായ ഖത്തറിലെ യുവജന പ്രസ്ഥാനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന എല്ലാ പ്രവർത്തകർക്കും മുമ്പിൽ നിന്ന് PYPക്ക് സജീവമാവണ്ണം അധ്യക്ഷപദം അലങ്കരിക്കുന്ന ബഹുമാന്യനായ ബിജു മാത്യു പാസ്റ്ററിനും എന്നോടുകൂടിയുള്ള നല്ല ടീമിനും ഞാൻ ഹൃദയംഗമായ സ്നേഹവന്ദനവും സ്വാഗതവും അറിയിക്കുന്നു. ഈ സഭയുടെ ആലയത്തിൽ ഇങ്ങനെ ക്രമീകരിക്കപ്പെട്ട ഈ രണ്ടാമത്തെ സംയുക്ത PYPക്ക് കടന്നു വന്ന നിങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹവും സന്തോഷവുമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമാവണ്ണം ഞാൻ പ്രാർത്ഥിക്കുന്നു. പെന്തക്കോസ്തിന്റെ പ്രത്യേകത 80% ചെറുപ്പക്കാരാണ്. പക്ഷേ നമുക്ക് 20% പോലും സമയത്തിന്റെ പരിഗണന കിട്ടുന്നില്ല എന്നതൊരു വേദനാജനകമാണ്. നമ്മുടെ പൊതു ആരാധനകളിലും പൊതു ശുശ്രൂഷകളിലും എല്ലാം 20% വരുന്ന പ്രായമുള്ള ആളുകൾക്ക് വേണ്ടി ഒരുപക്ഷെ അവരെ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് 80% സമയവും മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് നമുക്ക് ലഭ്യമാകുന്ന അവസരങ്ങൾ ഏറ്റവും കരുത്തുറ്റ ആയുസ് മുഴുവനും മുമ്പിലുള്ള ഒരു തലമുറയെ വാർത്തെടുക്കാൻ ലഭ്യമാകുന്ന അവസരം പരമാവധി പ്രയോജനപ്പെടാൻ നാം ഉത്സാഹിക്കേണ്ടത് ആവശ്യമാണ്. നമ്മളിലെല്ലാം അനവധി താലന്തുകളെ അടക്കം ചെയ്യപ്പെട്ടവരാണ് എല്ലാ ആളുകളും. പക്ഷെ അത് കണ്ടെത്തി ജന്മസിദ്ധമായ വാസനകളെ നിരന്തരമായ പരിശീലനം കൊണ്ട് ഊതിത്തെളിച്ചാൽ കർത്താവിന് വേണ്ടി വളരെ പ്രയോജനപ്പെടുവാൻ ഒക്കെ നമുക്ക് കഴിയും. ചാരം മൂടിയ കനൽക്കട്ട പോലെ കഴിവുകളും താലന്തുകളും എല്ലാം മൂടപ്പെട്ടതിനെ, അതിനാണ് സത്യത്തിൽ നമുക്ക് നമ്മുടെ IPC എന്ന മഹത്തായ പ്രസ്ഥാനത്തെ കേരളത്തിൽ ആരംഭിച്ച് ഭാരതമെങ്ങും വ്യാപിച്ച് ലോകത്തിന്റെ 5 വൻകരകളിലും IPC വേരോടുന്നതിന് നിമിത്തമാക്കപ്പെട്ടത് യുവജന സംഘടനകളും യുവജന പ്രസ്ഥാനങ്ങളുമാണ്. നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ ആലുവ UC കോളേജ് എന്ന അനുഗ്രഹീതമായ കോളേജിന്റെ ക്യാമ്പസിന് അന്ന് വിദ്യാർത്ഥിയായിരുന്ന പാസ്റ്റർ TS അബ്രഹാം എന്ന ചെറുപ്പക്കാരൻ ഉൾപ്പെടെ ഒരുപറ്റം ആളുകള് മുഴങ്കാലും അടക്കി ഒരു കോളേജ് ക്യാമ്പസിൽ ആരംഭിക്കപ്പെട്ട ഒരു യുവജന പ്രസ്ഥാനമാണ് അനവധി അസാധാരണ പ്രതിഭകളെ വാർത്തെടുക്കത്തക്കവണ്ണം വളർന്ന് വലുതാക്കപ്പെട്ടത്. പക്ഷെ നമ്മളെ തളർത്തിക്കളയുന്ന നിരവധി പ്രതിസന്ധികൾ മുമ്പിലുണ്ട്. അവയോടുള്ള മല്ലിട്ടുള്ള യാത്രയ്ക്കകത്ത് കൃപയോടെ മുന്നേറുവാൻ ഞാനും നിങ്ങളും ഏൽപ്പിച്ചു കൊടുക്കണം. ബൈബിളിൽ എനിക്ക് ഒത്തിരി നമുക്ക് വെല്ലുവിളികളുള്ള നിരവധി ചെറുപ്പക്കാരുടെ ചരിത്രം ബൈബിളിലുണ്ട്. അതിലെപ്പോഴും നമ്മെ അത്ഭുതപ്പെടുത്തുന്നതാണ് ചന്ദ്രകുമേശക്, അബേദ്നെഗോവും ദാനിയേലും ഒക്കെ. വാഗ്ദത്ത മണ്ണിൽ നിന്ന് പറിച്ചെറിയപ്പെട്ട് ബാബിലോണ്യ പ്രവാസത്തിലേക്ക് അവർ പോകുമ്പോൾ അവിടെ അവരുടെ മുമ്പിൽ വെച്ചു നീട്ടിയ പഞ്ചനക്ഷത്ര സൽക്കാരങ്ങൾ രാജാവിന്റെ ഭക്ഷണമേശയില് നാം ഓർക്കണം. ഇസ്രായേലിൽ നിന്ന് അവരുടെ മാതാപിതാക്കളെ എല്ലാം കൊന്നൊടുക്കി അവരെ 15 വയസ്സോളം പ്രായമുള്ള ചെറുപ്പക്കാർ കൗമാരം പടിവിടുന്നതിന് മുമ്പ്, നമ്മുടെയൊക്കെ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളുടെ പ്രായമുള്ളപ്പോൾ ജനിച്ച നാടും ജനിപ്പിച്ച വീടും ജന്മം നൽകിയവരെല്ലാം എന്നേക്കുമായി നഷ്ടമായി
ഉടുവസ്ത്രത്തോടെ അവരെ അടിമകളായി കൊണ്ടുപോയി അടിമ ക്യാമ്പുകളിലേക്ക് കൊണ്ടുപോയി തള്ളപ്പെടുകയാണ്. പക്ഷെ അതിനകത്തെ സൗന്ദര്യമുള്ള, മിടുക്കുള്ള, കഴിവുള്ള ചുരുക്കം ചില ആളുകളെ കൊട്ടാരത്തിലെ ഫുഡ് കൊടുത്ത് കൊട്ടാര പരിശീലനത്തിലൂടെ ഏറ്റവും മെച്ചമായി ജോലിക്ക് തെരഞ്ഞെടുക്കാൻ തീരുമാനിച്ചു. അവിടെയാണ് അവർ ഭക്ഷണം, രാജാവിന്റെ ഭക്ഷണം വേണ്ട എന്ന് വെച്ചത്. ആ തീരുമാനം എത്ര സാഹസികമായിരുന്നു! നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങളുടെ മുമ്പിലേക്ക് സ്വാദിഷ്ടമായ, ആരെയും ആകർഷിക്കുന്ന മധുര മനോഹരമായ ഭക്ഷണം വിളമ്പുമ്പോൾ ആ ഭക്ഷണം വിളമ്പി തരുന്നതിന് തൊട്ടു മുമ്പ് അന്യ ആരാധന ബാബിലോണ്യ ദേവനായ ബേലിന്റെ മുമ്പിൽ ഒന്ന് വച്ചേച്ചാണ് കൊണ്ടുവന്ന് വിളമ്പുന്നത് എന്നതുകൊണ്ട് ഇന്ന് ഭൂമിയിൽ അവശേഷിക്കാത്ത അവരുടെ മാതാപിതാക്കൾ പറഞ്ഞ ഓർമ്മയുടെ പേരിൽ അവർ വേണ്ടെന്ന് വെച്ചു. എന്തൊരു തന്റേടമായിരുന്നു അവരുടെയൊക്കെ ജീവിതത്തിൽ നാം കാണുന്നത്. എനിക്ക് അതിനേക്കാൾ ഇഷ്ടമാണ് 17 വയസ്സുള്ള യോസേപ്പ് യാതൊരു കുറ്റവും ചെയ്യാതിരുന്നിട്ടും സ്വന്തം സഹോദരങ്ങൾ 20 വെള്ളിക്കാശിന് വിറ്റുകളഞ്ഞ് മിസ്രൈമിന്റെ മണ്ണിലെത്തിയതും പൊത്തിപ്പേറിന്റെ വീട്ടിൽ ഒരടുക്കളക്കാരനായി ആരംഭിച്ച് അവന്റെ വിശ്വസ്തത, സത്യസന്ധത, ദൈവഭയമറ് നിരന്തരമായി ഉയർത്തപ്പെട്ടു. എവിടം വരെ ഉയർത്തപ്പെട്ടു? ആ വലിയ കൊട്ടാര ഉദ്യോഗസ്ഥന്റെ വീട്ടിൽ സകലതും അവന്റെ നിയന്ത്രണത്തിലായി. ആ സന്ദർഭങ്ങളിൽ ഒന്നിലാണ് കാമം ജ്വലിക്കുന്ന കടക്കണ്ണുമായി പൊത്തിപ്പേറിന്റെ ഭാര്യ വശീകരണ മന്ത്രവുമായ 17കാരനെ പ്രേമക്കുരുക്കിലേക്ക് ചായ്ക്കുവാൻ കൊണ്ടുവന്നത്. ഒന്ന് കണ്ണടച്ചിരുന്നെങ്കിൽ, ശരീരത്തിന്റെ മോഹങ്ങൾക്കനുസരിച്ച് ആരുമറിയാതെ പാപത്തിന് കൂട്ടുനിന്നിരുന്നെങ്കിൽ, ഒരുപക്ഷെ എന്തെല്ലാം പ്രലോഭനങ്ങൾ, എന്തെല്ലാം സമ്മാനങ്ങൾ. പക്ഷേ അവൻ മാതാപിതാക്കൾ പറഞ്ഞു തന്ന കൃപ ജ്വലിപ്പിച്ചുകൊണ്ട് അവിടെ നിന്ന് അവൻ വിശുദ്ധിക്ക് വേണ്ടി നിന്നപ്പോൾ അവൻ ചെന്നു വീണത് കാരാഗ്രഹത്തില. നീണ്ട 13 കൊല്ലങ്ങൾ. ഒരു മനുഷ്യായുസ്സിലെ ഏറ്റവും സുന്ദരമായ നാളുകൾ. കാരാഗ്രഹത്തിന്റെ കനത്ത കൽത്തുറങ്കലിനകത്ത് ഭക്ഷിക്കാൻ നല്ല ആഹാരമില്ല, ധരിക്കാൻ വസ്ത്രമില്ല, കാണാൻ കാഴ്ചകളില്ലാതെ നീണ്ട 13 കൊല്ലങ്ങൾ ചിലവഴിക്കുമ്പോൾ അവന്റെ ഉള്ളിൽ ഒരിക്കൽ പോലും അവിവേകമായിരുന്നു, ഒന്ന് പാപം ചെയ്തിരുന്നെങ്കിൽ എന്ന ചിന്തയുണ്ടായില്ല. അവിടെ വെച്ച് കൃപ ജ്വലിപ്പിച്ചത് കൊണ്ട് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു, മിസ്രൈമിലെ ഫറവോന്റെ ഉന്നത പദവിയോളം ഉയർത്തി. നല്ലവരായ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തെ തകർത്ത് കളയുവാൻ പാപം വാതിൽക്കൽ നിന്ന് കെഞ്ചി നിൽക്കുമ്പോൾ, സാഹചര്യവും സന്ദർഭവും പാപത്തിനായി ഒരു സമ്മതത്തിന് വേണ്ടി നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ, വിശുദ്ധിക്ക് വേണ്ടി, കൃപയ്ക്ക് വേണ്ടി നിൽക്കുവാൻ ദൈവം നമ്മെ സജ്ജമാക്കുമാറാകട്ടെ. കഴിഞ്ഞ ദിനവും ഞാൻ ചർച്ചിനുള്ള ബന്ധത്തിൽ ഓർപ്പിക്കപ്പെട്ടു. എനിക്ക് വളരെ ഇഷ്ടമാണ്. മോശ 5 വയസ്സുവരെ വീട്ടിൽ വളർന്നുള്ളൂ. അടുത്ത 35 കൊല്ലം മിസ്രൈമിന്റെ മുഴുവൻ സൈനിക അഭ്യാസങ്ങളും മിലിട്ടറി ജനറലായി മാറ്റപ്പെടുകയാണ്. പക്ഷേ മിസ്രൈമിലെ കൽദയ വിദ്യക്കോ ഭാഷയ്ക്കോ അഭ്യസനത്തിനോ ഒന്നും മോശ എന്ന ചെറുബാലന്റെ ഉള്ളിൽ അമ്മയായ യോക്കേബേദ് 5 വയസ്സ് വരെ പാകി കിളിർപ്പിച്ച് ആത്മീകതയെ ചോർത്തിക്കളയാൻ കഴിഞ്ഞില്ല. കാരണം അവൾ ആ കുഞ്ഞിനെ വാരിയെടുത്തുകൊണ്ട് മാറോട് ചേർത്ത് മുലയൂട്ടുമ്പോൾ സ്തനങ്ങളിൽ ഊറി വന്ന പാലിനേക്കാളുപരി ആ അമ്മയുടെ കവിളുകളിൽ ഒഴുകി വന്ന കണ്ണുനീരിന്റെയും പ്രാർത്ഥനയുടെയും ഉപ്പറിഞ്ഞ് ആ 5 വയസ്സിനകത്ത് അമ്മ പറഞ്ഞു കൊടുത്തത് കിഴവിക്കഥകളും മുത്തശ്ശി കഥകളും ഒന്നും ആയിരുന്നില്ല. ബൈബിൾ സത്യങ്ങൾ ആ ചെറു കുഞ്ഞിന്റെ ഉള്ളിൽ പാകി കിളിർപ്പിച്ചത് കൊണ്ട് ലോകം കണ്ട ഏറ്റവും വലിയ നേതാവായി. 6 ലക്ഷം വീടുകളിലെ 25 ലക്ഷം വരുന്ന ജനതയെ പാലും തേനും ഒഴുകുന്ന ഒരു നാട്ടിലേക്ക് 40 വർഷം വഴി നടത്തുന്ന 30 ലക്ഷം ജനതയുടെ 40 വർഷത്തെ പാസ്റ്ററായി ശുശ്രൂഷിക്കുവാൻ ദൈവം ഒരു മനുഷ്യനെ ഉപയോഗിച്ചെങ്കിൽ, സർവശക്തന്റെ കരങ്ങളിൽ നിന്ന് കൽപ്പലകകൾ വാങ്ങിച്ച്
ദൈവത്തിന്റെ നീതിയുടെ പ്രമാണം നൽകുവാൻ പഴയ നിയമത്തിന്റെ മധ്യസ്ഥതയോളം വളർത്തിയെങ്കിൽ അതിനെല്ലാം കാരണമായത് അവന്റെ ചെറുപ്രായം മുതൽ അവന്റെ ഉള്ളിൽ പാകപ്പെട്ട വചന സത്യങ്ങളാണ്. ഞാനും നിങ്ങളും പ്രതികൂലമായ ഒരു അന്തരീക്ഷത്തിലായിരിക്കുമ്പോൾ, ലോകം അതിന്റെ പതനവേദിയിലേക്ക് അതിവേഗം ഓടിയെടുക്കുമ്പോൾ, കാലം അതിന്റെ കടശി ദിനങ്ങളിലേക്ക്, കർത്താവിന്റെ പുനരാഗമനം ഏറ്റവും കാൽച്ചുവട്ടിൽ എത്തി നിൽക്കുന്ന നാളുകളിൽ കർത്താവിന് വേണ്ടി വിശ്വസ്തയോടെ നിൽക്കുവാൻ കർത്തർ പിവേപ്പിയെയും ദൈവം സജ്ജമാക്കുമാറാകട്ടെ. മറ്റെല്ലാം മറന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മളെ താഴേക്ക് വലിച്ചിടാനുള്ള സാധ്യതകളാണ് ഏറെയും. ഗ്രിപ്പ് കുറഞ്ഞ ഒരു മേഖലയാണ്, വഴുവഴുപ്പാണ് ഇവിടെ കൂടുതലും. പക്ഷെ അതിനകത്ത് പിടിച്ചു നിന്ന് കൃപയിൽ ജ്വലിക്കുവാൻ ദൈവം നമ്മെ സജ്ജമാക്കട്ടെ. റീജിയൻ PIPയുടെ പ്രവർത്തകർക്ക് സകലവിധ ഭാവുകങ്ങളും ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.